ഇവിടെ ഇപ്പോൾ ഈ KVK എന്നുള്ള രാഷ്ട്രീയ പാർട്ടി ചേരാനുള്ള കാരണം എന്നാ? അപ്പോൾ KVK 14 ജില്ലകളിലും ആയല്ലോ, സംസ്ഥാനം മുഴുവൻ KVK ആയി. അപ്പം നമ്മളത് ഉദ്ദേശിച്ചാണ് തந்தை പെരിയാറുടെ സ്മാരകത്തിന് മുമ്പിൽ വരാൻ തീരുമാനിച്ചത്. പക്ഷേ ആൾ പോയെ. ഓക്കെ. தந்தை பெரியார் பிள்ளையும் விஜய் தமிழக வெற்றி கழகம் தலைவர் விஜயும் இவர்களுடைய எல்லா முன்னுதாரணமாக எடுத்துக்கிட்டு வந்து கேரளத்தில் ஒரு பார்ட்டி உருவாக்குறதுக்கு வேண்டி இவங்க எல்லா ஜோன் சாரு இவங்கெல்லாம் சம்ஸ்தான பிரசிடென்ட் இவங்கெல்லாம் தயாரெடுத்து நம்மக்கிட்ட கேட்டாங்க. அது நல்லா இருந்துச்சு. அதுக்குள்ள கொள்கையும் கோட்பாடுகள் எல்லாமே தந்தை பெரியாரும் விஜய் KVK கூட விஜயும் இங்கே வந்து കേരളാவில் வந்து കേരള வந்து 14 ജില്ലകളിലും ഇത് വന്നോ? 14 ജില്ലകളിലും വന്നിருக்கு കേരള. എല്ലാ ഇടുക്കി, പാലക്കാട്, തൃശ്ശൂർ. ഇപ്പോൾ തമിഴ്നാട് വെற்றிക്കഴകം കേരളത്തിൽ ഇപ്പോൾ ഉടനെ ഓരോ സാധ്യതയുണ്ടോ? ഉണ്ട്. അപ്പോൾ അതുവരെയാണ് ഇപ്പം KVK ചേർന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ അതുവരെ KVKയുടെ കോട്ടയം ജില്ല എക്സിക്യൂട്ടീവ് അംഗമാണ്. ഓക്കെ. രജിസ്ട്രേഷൻ എല്ലാം നടന്നിருக்கு. എല്ലാ കാര്യങ്ങളും നടന്നിട്ട് കേരളാவில் வந்து തമിഴ് ജനതകൾ അത്യാവശ്യം നമ്മുടെ ഈ KVKയോടൊപ്പമാണ് നിൽക്കുന്നത് അല്ലേ? ധൈര്യമായിട്ട് പറയാൻ പറ്റും. തമിഴ് ജനതയും കേരളത്തിലുള്ള നമ്മുടെ ട്രൈബ്സ് ആദിവാസി ഉന്നതികളുടെ അടുത്തുനിന്ന് വരുന്ന നമ്മുടെ ഒരു നേതാവാണ് രാജീവ് മോഹൻ. സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. തന്നെയല്ല ദളിത് പിന്നോക്ക വിഭാഗത്തിലുള്ള ദളിത് ആദിവാസി ഉന്നതികളിലുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നു. ശക്തമായി പ്രവർത്തനം കാഴ്ചവെക്കുന്നു. രാജീവ് സാറേ, ഈ KVKയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും KVK എന്ന പാർട്ടി രൂപം കൊണ്ടോ? തീർച്ചയായിട്ടും സാറേ, 14 ജില്ലകളിൽ നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ പത്തനംതിട്ട പോലുള്ള ട്രൈബൽ ഏരിയ നമ്മളെ മുൻതൂക്കം കൊടുത്തുകൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ നമ്മൾ കാഴ്ചവെക്കുന്നുണ്ട്. നമുക്ക് ഇന്നിവിടെ വരാൻ സാധിച്ചതെന്ന് പറഞ്ഞാൽ നമ്മുടെ റോൾ മോഡൽ നമ്മുടെ CM വിജയ് സാറ്, അദ്ദേഹത്തിൻ്റെ റോൾ മോഡൽ ആയ ബഹുമാനപ്പെട്ട നമ്മുടെ പെരിയ വൈക്കത്തിൻ്റെ വീരൻ എന്നറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട EV രാമസ്വാമി നായിക്കർ എന്ന അദ്ദേഹം ഇവിടെ വന്ന് സമരത്തിൽ പങ്കെടുക്കുക. 1924 പങ്കെടുത്ത് സമരം വന്നു. 25 നമുക്ക് ഈ ഒരു സമര വിജയം ഉണ്ടായി. ഏകദേശം 20 മാസക്കാലം നമുക്ക് ഒരു സമരത്തിന് 603 ദിവസം നിലനിന്നൊരു സമരമാണ്. വൈക്കം ക്ഷേത്രത്തിൻ്റെ 4 വശത്തുമുള്ള റോഡിലൂടെ പോലും കന്നുകാലികൾക്കും ഏജന്റുകൾക്കും നാൽക്കാലികൾക്കും വരെ നടന്നു പോകാം. എന്നാൽ മനുഷ്യർക്ക് നടക്കാൻ പാടില്ല എന്നുള്ള പ്രസ്താവനകൾ വരികയും അതിനെയെല്ലാം സമരത്തിലൂടെ തോൽപ്പിച്ച് 20 മാസക്കാലത്തെ സമരത്തിന് പലതവണയായി ജയിൽവാസം അനുഭവിക്കുകയും ബ്രാഹ്മണ സമൂഹം അദ്ദേഹത്തിനെതിരായി ഹോമങ്ങൾ വരെ നടത്തി അദ്ദേഹത്തെ തോൽപ്പിക്കുവാൻ ശ്രമിക്കുകയുണ്ടായി. ഇതിൽ നിന്നെല്ലാം തരണം ചെയ്ത് നമ്മൾ വിജയം കൈവരിക്കുകയും അതിൻ്റെ മുന്നോടിയായി ഇവിടെ എല്ലാം തന്നെ നമ്മുടെ കേരള സമൂഹത്തിനെ സംബന്ധിച്ച്, കേരളത്തിലെ മലയാളികളെ സംബന്ധിച്ച് ഇതൊരു അന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. നമ്മുടെ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് ഇത് അറിഞ്ഞിരിക്കേണ്ട ഒരു ഘടകമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നടത്തിയ സമരത്തിൻ്റെ ഭാഗങ്ങളുടെ ഫോട്ടോകൾ, അദ്ദേഹം നയിച്ചിരുന്ന ഓരോരോ ഘട്ടങ്ങൾ എല്ലാം തന്നെ ഇവിടെ വ്യക്തമായിട്ട് ഫോട്ടോകളിൽ കാണാവുന്നതാണ്. സാർ, അതിനിടയ്ക്ക് ഒരു ചോദ്യം. ദളിത് ആദിവാസി മേഖലയുടെ ദളിത് ആദിവാസികളുടെ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഭൂസമരങ്ങളും പട്ടയ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് KVK കേരളം മുഴുവൻ 5 ജില്ലകളിൽ ഒരു വലിയൊരു സമര പരമ്പര ആരംഭിക്കുന്നു എന്ന് കേൾക്കുവാനിടയായിത്തീർന്നു. എങ്ങനെ അതിൻ്റെ പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്തു? പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലെ ട്രൈബൽ ഏരിയയിൽ നമ്മൾ പോവുകയും നമ്മളിവിടെയുള്ള കാര്യങ്ങളെല്ലാം പഠിച്ച് അവരെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും മറ്റുള്ള ഭാഗത്തുനിന്നുമല്ല അവരെ പിന്നോക്കം തള്ളി നിർത്തിക്കൊണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാതെയും വാഗ്ദാനങ്ങൾ മാത്രം നൽകുന്ന ഒരു സമീപനമാണ് അവരോട് കാണിക്കുന്നത്. നിങ്ങൾ കോട്ടയം ജില്ലയിൽ നിന്ന് വരുന്ന സംസ്ഥാന കമ്മിറ്റിയാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ കോട്ടയത്തിന് എരുമേലി തന്നെയല്ല, കഴിഞ്ഞ ദിവസം മുതലമട പ്രദേശത്തും പാലക്കാട് മുതലമട, ഇടുക്കി, നമ്മുടെ മൂന്നാർ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ സന്ദർശനം അല്ലെങ്കിൽ ആദിവാസി വിഭാഗങ്ങളുടെ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സമര പരമ്പര നിങ്ങളുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ യൂത്തിൻ്റെ നിന്ന് തുടങ്ങുന്നു എന്ന് പറയാൻ എന്താണ് അതിനെക്കുറിച്ച്? വിജയ് സാറ് ചെയ്ത അതേ സിസ്റ്റമാണോ നമ്മൾ KVKയിലൂടെ നടപ്പാക്കാൻ ആഗ്രഹിക്കുന്നത്? അതെ, അതായത് നമ്മളിപ്പോൾ തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വിജയ് സാറ് അധികാരത്തിൽ വന്നു. നമ്മുടെ തമിഴ്നാട്ടിൽ വിജയ് സാർ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, ജനനന്മയ്ക്കായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ അതിൻ്റെ ആ ഒരു ഇത് ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിൽ അത് നല്ല കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ആഗ്രഹം. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് KVK എന്ന ഒരു പ്രസ്ഥാനം, TVK തമിഴ്നാട് വെട്രിക്കഴകം എന്ന് പറയുന്ന പാർട്ടി വിജയ് സാറ് തമിഴ്നാടിന് വേണ്ടി ഉണ്ടാക്കി തുടങ്ങി. അപ്പോൾ കേരളത്തിൽ കേരള വെട്രിക്കഴകം എന്നൊരു പാർട്ടി ഉണ്ടാക്കിക്കൊണ്ട് അതേ വിജയ് സാറിൻ്റെ അതേ ആശയങ്ങൾ ഇവിടെ നടത്തി ഫാൻസ് നിങ്ങൾക്ക് മുൻപ് ഫാൻസും രാഷ്ട്രീയം ഒരുമിച്ച് കൊണ്ടുപോയ ആളല്ലേ? ഫാൻസും ഉണ്ട്, രാഷ്ട്രീയമുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഞങ്ങൾ പഴയ വിജയ് ഫാൻസാണ്. ഓ, പിന്നെ ഫാൻസ് മാത്രമല്ലല്ലോ, രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ഫാൻസും രാഷ്ട്രീയം രണ്ടാണ്. അപ്പോൾ രാഷ്ട്രീയപരമായി തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനം. അപ്പോൾ അങ്ങനെയെങ്കിലും ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പം ഒരു ഇടുക്കി നമ്മുടെ മൂന്നാറിൽ നിന്ന് 4000 പേരെ കുടി ഒഴിപ്പിക്കുകയാണ്. അവർ 40-40 കൊല്ലം താമസിച്ച സ്ഥലത്തു നിന്ന് അവിടുത്തെ മുതലാളിമാർ കുടി ഒഴിക്കുമ്പോൾ ഈ അവരുടെ ഒരു സമരമുഖം തുറക്കാൻ വേണ്ടി നിങ്ങളുടെ ഈ ശ്രമങ്ങൾ എത്രമാത്രം കേരളത്തിൽ സപ്പോർട്ട് കിട്ടുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഇവിടെ പാർട്ടി സംസ്ഥാന കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് 14 ജില്ലാ കമ്മിറ്റി ആയിട്ടുണ്ട്. 14 ജില്ലാ കമ്മിറ്റി ഇടുക്കി ജില്ലയുണ്ട്. ഇടുക്കി ജില്ല 14 ജില്ലാ കമ്മിറ്റി പെടുന്നത്. അപ്പോൾ ഇടുക്കി ജില്ലയിലാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. ഉറപ്പായിട്ടും ശക്തമായ സാന്നിധ്യം നമ്മൾ അവിടെ അറിയിച്ചുകൊണ്ട് അതിനൊരു പ്രക്ഷോഭം തന്നെ ചെയ്യാൻ ഞങ്ങൾ തയ്യാറായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. കാരണം എന്താ വെച്ചാൽ തമിഴ്നാട്ടിലാണ് TVK എന്ന് പറയുന്ന പാർട്ടി രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്നത്. ശരി. TVK എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ദേശീയ പാർട്ടി ആണെന്നുണ്ടെങ്കിൽ ഈ TVK ഫാൻസുകാർക്ക് ഇവിടെ അതിനോട് ചേർന്ന് പ്രവർത്തിക്കാൻ പറ്റും. ദേശീയ പാർട്ടിയായിട്ട് പ്രഖ്യാപിക്കുന്ന സമയങ്ങളിൽ മാത്രമേ അത് നടക്കത്തുള്ളൂ. നമ്മൾ വെയിറ്റ് ചെയ്യാണ്. അപ്പം നമ്മളിടയ്ക്ക് പോയി അവിടുത്തെ വിജയ് സാറിൻ്റെ ഓഫീസോട് ബന്ധപ്പെടുകയും നമുക്കൊരു ഉറപ്പ് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അല്ലേ? അങ്ങനെയാണ്. ഓക്കെ. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ദളിത് ആദിവാസികളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു വലിയ ഒരു മുൻപോട്ട് പോക്ക് നടക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്.